നമസ്തേ. ഇപ്പോൾ നാം നേരിടുന്ന ഒരു പ്രതിസന്ധിയും നോമ്പെടുക്കുന്നവരും നോമ്പെടുക്കാത്തവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ എന്നതാണ്. പിന്നെ നമ്മൾ മാത്രം എന്തിനു നോമ്പെടുക്കണം? നമ്മളിങ്ങനെ നമ്മളെക്കാൾ വീക്കായ മനുഷ്യരുമായി നമ്മെ താരതമ്യപ്പെടുത്തും. പിന്നെ ഒരു അനുതാപത്തിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊരു ആത്മഗതവും ഉണ്ടാകും. വർത്തമാന പരിസരങ്ങളിൽ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയ പരീശനെ പോലെ അല്ലാതെ എങ്ങനെ പ്രാർത്ഥിക്കും? ദൈവമേ, ഞാൻ ഇങ്ങനെയൊന്നും അല്ലാത്തതിനാൽ നിന്നെ സ്തുതിക്കുന്നു. ഓൾ പീപ്പിൾ ആർ ലൈക്ക് ദിസ്, വൈ ഷുഡ് ഐ ബി ഡിഫറെൻറ്റ്? പോപ്പ് ഷെനുഡെ പറയുന്നത് ഭൂരിപക്ഷം അങ്ങനെയെന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല. അത്രയൊന്നും അനുകൂല സാഹചര്യത്തിൽ ജീവിച്ചവരല്ല തിരുവഴുത്തിൽ വ്യത്യസ്ത ചരിത്രം ചമച്ചവർ. Noah protected his righteousness in a world full of evil, as did the righteous Joseph. Moses in the land of Egypt, Lot in Sodom, and Daniel in the land of captivity. ചരിത്രത്തിൽ ഏറ്റവും വലിയ ലെൻഡെടുത്തത്, നോമ്പെടുത്തത് യേശുക്രിസ്തു തന്നെയാണ്. ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവോ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്തു, തന്നെത്താൻ ഒഴിച്ചു. നോമ്പിൽ ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുക വളരെ എളുപ്പമാണ്. എന്നാൽ ചില കാര്യങ്ങൾ സ്വീകരിക്കുക എന്നത് വളരെ പ്രയാസമുള്ളതാകുന്നു. നോമ്പ് കാലങ്ങളിൽ ഓരോ ഞായറാഴ്ചയും നാം ധ്യാനിക്കുന്നത് യേശുക്രിസ്തു ചെയ്ത 6 അത്ഭുതങ്ങളെ പറ്റിയാണ്. ഈ സംഭവങ്ങളിലെല്ലാം എന്തൊക്കെയോ കുറവുകളെ പരിഹരിക്കുന്നതായി കാണുന്നു. കുറവുകളെ പരിഹരിക്കുകയാണ് നോമ്പ് തീർത്ഥാടനം. പൗരസ്ത്യ സുറിയാനി പിതാക്കന്മാർ ഈ ഭാഗങ്ങളെ നോമ്പുകാല ധ്യാനത്തിന് ക്രമപ്പെടുത്തിയതിൻ്റെ പിന്നിൽ വലിയ ആത്മീയ സത്യങ്ങളുണ്ട്. പ്രപഞ്ച സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് നാം വായിക്കുന്നു. സൃഷ്ടിതാവ് ഭൂമിയിൽ വന്ന ശേഷം ആദ്യം ചെയ്ത അടയാളവും വെള്ളത്തിൻ്റെ മീതെ വെള്ളത്തിൻ്റെ കുറവിനെ പരിഹരിക്കുകയായിരുന്നു. മനുഷ്യന്റെ വീഴ്ചയോടൊപ്പം പ്രകൃതിക്കും പ്രപഞ്ചത്തിനും വീഴ്ച സംഭവിച്ചല്ലോ. ആദ്യത്തെ അത്ഭുതം പ്രകൃതിയുടെ വീണ്ടെടുപ്പാണ്. രസം നൽകുന്ന കൂടുതൽ മേൽത്തരമായ വീഞ്ഞാകുവാനുള്ള ക്ഷണത്തോടുകൂടിയാണ് നോമ്പ് ആരംഭിച്ചത്. അതിനുശേഷം മനുഷ്യനോടുള്ള ബന്ധത്തിൽ 5 സംഭവങ്ങൾ, 5 ആഴ്ചയിലെ ധ്യാനം. പ്രകൃതിയുടെ റിസ്റ്റോറേഷന് 1 ആഴ്ച മതിയായിരുന്നു. മനുഷ്യന്റെ വീണ്ടെടുപ്പിന്, മനുഷ്യന്റെ റിസ്റ്റോറേഷന് 5 ആഴ്ചത്തെ ധ്യാനവും. ഇവർ കേവലം രോഗികൾ മാത്രമല്ല. പൗരസ്ത്യ പിതാക്കന്മാർ പറയുന്നത് മനുഷ്യന്റെ 5 അവസ്ഥയാണിത്. കുഷ്ഠരോഗി പാപത്തിന്റെ കാഠിന്യത്തെയും, പക്ഷപാത രോഗി പ്രവർത്തനരാഹിത്യത്തെയും, കനാന്യ സ്ത്രീയുടെ മകൾ മറ്റ് ശക്തികൾക്ക് അടിമപ്പെടുന്നതിൻ്റെയും, കൂനി നിലപാടില്ലാത്തതിൻ്റെയും, പിറവിലെ കുരുടൻ കാഴ്ചപ്പാടില്ലാത്തതിനെയും സൂചിപ്പിക്കുന്നു. ഏതിനിൽ മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞവൻ കുരുടന്റെ കണ്ണിൽ മണ്ണ് പുരട്ടി. ആദം കണ്ണു തുറന്നു, ഉടയവനെ കണ്ടു. കുരുടനും കണ്ണു തുറന്ന് ഉടയവനെ കാണുന്നു. ഇത് തിന്നരുതേ എന്ന വാക്കിനോടുള്ള അനുസരണക്കേടാണ് പരദീസ നഷ്ടമുണ്ടാക്കിയത്. എല്ലാ പരദീസ നഷ്ടങ്ങളിലും ഒന്ന് മാത്രമാണ് നമുക്ക് കൈമോശം വരിക: ദൈവിക സാന്നിധ്യത്തിന്റെ പരദീസ നഷ്ടം. അത് തിരികെ പിടിക്കുവാനുള്ള ദൈവിക അനുസരണത്തിന്റെ കാലമാണ് ഈ നോമ്പ്. മതജീവിതം നയിക്കുന്നവർ എന്ന് അഭിമാനിക്കുന്നവർ മറ്റുള്ളവരെയും ദൈവത്തെയും ബോധ്യപ്പെടുത്താൻ മതപരമായ അനുഷ്ഠാനങ്ങൾക്കും ചിഹ്നങ്ങൾക്കും അമിത പ്രാധാന്യം നൽകി പരീശന്മാരെ പോലെ ആയവരെ പറ്റി ഡെസേർട്ട് ഫാദറായിരുന്ന അബ്ബ മോസസ് ഇപ്രകാരം പറയുന്നു: പിശാചുക്കൾ വിവാഹം ചെയ്യുന്നില്ല, ഉപവാസവും ജാഗരണവും ബ്രഹ്മചര്യവും ഉണ്ട്. സന്യാസിയേക്കാൾ തീഷ്ണതയുള്ളവരാണ് ഈ കാര്യങ്ങളിൽ. അവരും മനുഷ്യരും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ: അനുതാപം, ഹൃദയവിശുദ്ധി, കരുണ, പരസ്പര സ്നേഹം എന്നിവയിൽ. 2026 മാരാമൺ കൺവെൻഷനിലെ എക്യുമെനിക്കൽ മീറ്റിംഗിൽ പരിശുദ്ധ യാക്കോബ സഭയുടെ കാതോലിക്ക ബാബ ഇപ്രകാരം ഓർമ്മിപ്പിച്ചു: വി ലോസ്റ്റ് ഹെവൻ വിത്ത് 18 inches. പർദീസ നഷ്ടം 18 ഇഞ്ച് അകലത്തിലാണ്. തലയിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള അകലമാണ് 18 ഇഞ്ച്.
ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ നോമ്പിൻ്റെ ധാരാളം ചിന്തകൾ കേൾക്കുന്നുണ്ട്. ഇത് നമ്മുടെ തലയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം, ഹൃദയപക്ഷത്തിലേക്ക് ഇറങ്ങണം. അങ്ങനെ നമ്മുടെ നോമ്പുകൾ അർത്ഥമുള്ളതാക്കി തീർക്കാം. ക്രിസ്തു തന്നെ പറഞ്ഞല്ലോ, എൻ്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവിൻ. ആദരവോടെ സജീവ് ദാനിയൽ.